രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ ജീവിക്കണ ഈ ഒരു കാലം കലികാലം. അപ്പൊ ഈ കലികാലത്ത് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടെങ്കിലും ആ ദോഷം മാത്രം പറയണത് ഭംഗിയല്ലല്ലോ. അപ്പൊ ഈ കലികാലത്ത് വലിയൊരു ഗുണമുണ്ട്. അപ്പൊ എന്താ ആ വലിയ ഗുണം? ആ ഗുണം എന്താ വെച്ചാൽ നാമസങ്കീർത്തനം കൊണ്ട് സർവതരത്തിലുള്ള പാപങ്ങളും തീർന്ന് ആ ഭഗവാനോട് ചേരാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയതായിരിക്കുന്ന ഗുണം. യത് ഫലം നാസ്തി തപസാ ന യോഗേന സമാധിന തദ്ഫലം ലഭതേ സമ്യക് കലോ കേശവകീർത്തനാൽ. പണ്ട് ഈ കൃതയുഗത്തിൽ തപസ് ചെയ്ത എന്തൊരു ഫലമാണോ കിട്ടുക, ത്രേതായുഗത്തില് യാഗാദികൾ ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു ഫലമാണോ കിട്ടുക, ദ്വാപരയുഗത്തില് പൂജാദികൾ ചെയ്തു കഴിഞ്ഞാൽ എന്തൊരു ഫലമാണോ കിട്ടുക, ആ ഫലമാണ് കലികാലത്ത് ഒരു 4 നാമം ജപിച്ചു കഴിഞ്ഞാൽ നമുക്കിതാ സിദ്ധിക്കുന്നത്. മുൻ യുഗങ്ങളിലുള്ളവരൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അത്രേ, ഈ കലികാലത്ത് ഒരു പുല്ലായിട്ടെങ്കിലും പുണ്യഭൂമിയായിരിക്കുന്ന ഈ ഭാരതത്തില് ജനിക്കാനുള്ളതായ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് അവര് പോലും പ്രാർത്ഥിച്ചു പോവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണേ, നല്ലൊരു മാനവജന്മം ഈ കലികാലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഈ ഒരു ശരീരത്തിനകത്ത് ഇരുന്നു കൊണ്ട് ഭഗവാനോട് അടുക്കാൻ നാം ശ്രമിക്കേണ്ടത് തന്നെ ആണ്. ഇവിടെ നല്ലൊരു അമൃത് നമ്മുടെ പൂർവികര് നമുക്കായിട്ട് തന്നിട്ടുണ്ട്. പഴയ ആൾക്കാര് പറയാറുണ്ട്, എന്ത് വിളമ്പണ സമയത്തും 2 പ്രാവശ്യമായിട്ട് വിളമ്പണം എന്ന് പറയും. ആ ഒരു അമൃത് ആദ്യം വിളമ്പണ സമയത്ത് അവിടെ പേര് വെച്ചു ശ്രീമദ് ഭാഗവതം എന്ന് പറയും. അതേ അമൃത് രണ്ടാമത് വിളമ്പി. അങ്ങനെ രണ്ടാമത് വിളമ്പിയ സമയത്ത് ആ അമൃതന് അവിടെ പേരുണ്ടായി. അതെന്താ? ശ്രീമദ് രാമായണം. അപ്പോൾ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ഈ രാമായണവും അതുപോലെ ശ്രീമദ് ഭാഗവതവും. രണ്ടും പഠിക്കേണ്ടതാണ്, മനസ്സിരുത്തി വായിച്ച് പഠിക്കേണ്ടതാണ്. ഇവിടെ രണ്ടും ഒന്ന് തന്നെയാണ്. കഥാപരമായിട്ട് വ്യത്യാസം ഉണ്ടാവും, ആശയപരമായിട്ട് ഈ രാമായണവും ഭാഗവതവും ഒക്കെ ഒന്ന് തന്നെയാണ്, സംശയമില്ല. അപ്പൊ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ഈ രാമായണം ആരംഭിച്ചത്? നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. എങ്ങനെയാണ് ഈ രാമായണം തുടങ്ങിയത്? എവിടെ നിന്നാണ് ഈ രാമായണം ആരംഭിച്ചത്? നോക്കാം. ഇവിടെ ബ്രഹ്മാവിൽ നിന്ന് ശതകോടി ഗ്രന്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ് രാമായണം എന്ന് പറയുന്നത്. ഒരു ഗ്രന്ഥം എന്ന് വെച്ചാൽ 32 അക്ഷരം. അപ്പൊ ഈ ശതകോടി ഗ്രന്ഥം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിപ്പോ സാധാരണ നമ്മുടെ മനസ്സിൽ നിൽക്കാൻ വലിയ പ്രയാസം തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ആരും, പ്രത്യേകിച്ച് കലികാലത്ത് ഇതൊന്നും ആരും വായിക്കാൻ പോണില്ല, ആരും ശ്രദ്ധിക്കാൻ പോണില്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഈ ബ്രഹ്മാവ് എന്താ ചെയ്തത് വെച്ചാൽ തൻ്റെ ഉള്ളിലുള്ളതായ ആ തത്വത്തെ, ആ ആശയത്തെ ഒന്ന് ചുരുക്കിയിട്ട് തൻ്റെ ഉണ്ണിയായ നാരദർക്ക് പറഞ്ഞു കേൾപ്പിച്ചു കൊടുത്തു. നല്ലൊരു പാരമ്പര്യം രാമായണത്തിനുണ്ട്. ശ്രീമദ് ഭാഗവത്തെ കുറിച്ചും പറയാറുണ്ട്. ഇവിടെ ഈ രാമായണത്തിന് നല്ലൊരു പാരമ്പര്യമുണ്ട്. ബ്രഹ്മാവിൽ നിന്ന് ആരംഭിച്ച് ഇത് ശ്രീനാരദരിലൂടെ ഒഴുകി. അങ്ങനെ നാരദ മഹർഷിയിലൂടെ ഒഴുകിയതായിരിക്കുന്ന ഈ രാമഗംഗ, രാമായണമാകുന്ന ഈ ഒരു ഗംഗ പിന്നീട് എത്തിച്ചേരുന്നത് എവിടെയാ? വാൽമീകി ഭഗവാന്റെ അടുത്താണ്. ഒരിക്കല് തമസാ നദിയുടെ തീരത്തിലൂടെ യാത്ര ചെയ്യണു നാരദ മഹർഷി. തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീ വാൽമീകി ഭഗവാനെ കാണാനിട വന്നു. വാൽമീകി ഭഗവാൻ അവിടെ വെച്ച് നാരദരോട് ചോദ്യം ചോദിച്ചു, ഈ ലോകത്തില് ധർമ്മിഷ്ഠനായിട്ടുള്ള ആളാരാണ്? സത്യസന്ധനായിട്ടുള്ള ആളാരാണ്? ത്യാഗിയായിട്ടുള്ള ആളാരാണ്? ഇതൊക്കെ അറിയണം എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഉത്തരത്തിനാണെങ്കിൽ 2 അക്ഷരമേ ഉള്ളൂ. അപ്പൊ ഏതായി 2 അക്ഷരം? രാമ. ആ രാമതത്വത്തെ തന്റെ പിതാവായ ബ്രഹ്മാവിൽ നിന്ന് എന്തൊന്നാണോ പഠിച്ചിരിക്കുന്നത്, ആ രാമതത്വത്തെ ദേവർഷിയായിരിക്കുന്ന നാരദര് വാൽമീകി ഭഗവാനായിട്ട് ഉപദേശിച്ചു കൊടുത്തു. കുറച്ചു കാലം വാൽമീകിയുടെ ഉള്ളില് അത് ഉണ്ടായി. തുടർന്ന് ഒരു ദിവസം
തന്റെ ശിഷ്യനായിരിക്കുന്ന ഭരദ്വാജനോടൊത്ത് തമസാ തീരത്തിലൂടെ ഒരിക്കൽ നടക്കുന്ന സമയത്ത് ഒരു വിചിത്രമായ ഒരു രംഗം ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വേടൻ ക്രൗഞ്ചമിഥുനങ്ങളില് ഒന്നിനെ അമ്പ് ചെയ്ത് വീഴ്ത്തി. പെട്ടെന്ന് അവിടെ ഒരു വിലാപമുണ്ടായി. ദേഷ്യം വന്നു ശ്രീ വാൽമീകിക്ക്. അവിടെ വെച്ച് ആ വേടനെ ശപിക്കുകയും ചെയ്തു. മാനുഷാദപ്രതിഷ്ഠാം ത്വമഗമശ്വതീ സമാ യൽ ക്രൗഞ്ചമിഥുനാദേകമവധി കാമമോഹിതം. മിഥുനങ്ങളില് ഒന്നിനെ അമ്പ് ചെയ്ത് വീഴ്ത്തിയ താൻ അധികകാലം നിൽക്കാണ്ട പോട്ടേനാണ്. പെട്ടെന്നാണ് ഇദ്ദേഹം ചിന്തിച്ചത്, ഈ ശാപം ഇതൊരു ശ്ലോക രൂപത്തിലായിരുന്നു. നല്ല അഴകുള്ള ലക്ഷണമൊത്ത ഒരു ശ്ലോകമായിട്ട് മാറി. അപ്പൊ ഇദ്ദേഹം ആലോചിച്ചു, എങ്ങനെയാണ് തൻ്റെ ഉള്ളെന്ന് ഇപ്രകാരം ഒരു ശ്ലോകം വന്നിരിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും അത് മനസ്സിലാവണില്ല. എങ്ങനെയാ ഇങ്ങനെ ശ്ലോകം വന്നത്? അപ്പൊ സാധാരണ ഈ ശാന്തമായ മനസ്സിലാണ് ഒരു കാവ്യം വരിക, അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ തോന്നുക. ഇപ്പൊ ദേഷ്യം വന്നിട്ടൊന്നും ആരും പാട്ട് പാടാറൊന്നുമില്ല. എന്നാ ഇദ്ദേഹത്തിനാണ് വെച്ചാൽ നല്ല ദേഷ്യമായിരുന്നു ആ സമയത്ത്. അപ്പൊ എങ്ങനെയാണ് ഇപ്രകാരം ഒരു ശ്ലോകം തൻ്റെ ഉള്ളെന്ന് ഉദ്ഭവിച്ചത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ആശ്രമത്തിലെത്തി. ആശ്രമത്തിലെത്തിയ സമയത്ത് ഇതാ അവിടെ ബ്രഹ്മാവ് കാത്തിരിക്കുന്നുണ്ട്. തന്നെ കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ബ്രഹ്മാവ്. ഈ ബ്രഹ്മാവിനൊക്കെ കാണണമെങ്കിൽ അനവധിക്കാലം തപസ് ചെയ്യണം. അനവധിക്കാലം തപസ് ചെയ്ത് എങ്കിൽ മാത്രമേ ആ ബ്രഹ്മാവിനെയൊക്കെ കാണാൻ സാധിക്കുള്ളൂ. ഇവിടെ ആ ബ്രഹ്മാവിനെ വേണ്ട രീതിയിൽ പൂജിച്ചു. തൻ്റെ ഉള്ളിലുള്ളതായ ആ സംശയം ആ ബ്രഹ്മാവിനോട് ചോദിക്കേണ്ടത്. ആ ബ്രഹ്മദേവര് പറഞ്ഞു, എൻ്റെ ഉണ്ണിയായിരിക്കുന്ന നാരദര്, അങ്ങേക്ക് നല്ലൊരു അമൃത് പകർന്നു തന്നിട്ടുണ്ടല്ലോ രാമായണം. ആ ആശയത്തെ കാവ്യരൂപത്തിലാക്കി മാറ്റാൻ ഒരു കാവ്യം അങ്ങേ എന്ന് ഉദ്ഭവിക്കട്ടെ, ആദികാവ്യം. അതും 24,000 ശ്ലോകങ്ങളാൽ അങ്ങ് അത് നിർമ്മിച്ചോളാൻ പറഞ്ഞു. ഇതിപ്പോ എങ്ങനെയാ സാധിക്കാന്നായി വാൽമീകി ഭഗവാൻ. ഒരു ശ്ലോകം അബദ്ധവശാൽ വന്നു. ഇതുപോലെ ഇപ്പോ 24,000 ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ വലിയ പ്രയാസമല്ലേ? അപ്പൊ ഇങ്ങനെയാ അത് സാധിക്കാൻ പറ്റുന്നേ? സരസ്വതി കടാക്ഷം അങ്ങേക്കുണ്ട്, എന്റെയും അനുഗ്രഹമുണ്ട് നായി ബ്രഹ്മാവ്. അങ്ങനെ വാൽമീകി ഭഗവാൻ ഒരു തപസ് എന്ന വണ്ണം അതാ ഇരുന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിന്റെ രചന അങ്ങോട്ട് ആരംഭിച്ചു. 24,000 ശ്ലോകങ്ങൾ. 24,000 ശ്ലോകങ്ങളാണ് ശ്രീമദ് വാൽമീകി രാമായണത്തിലുള്ളത്. അതിന്റെ പ്രത്യേകതയാണ് ഗായത്രിയുടെ വ്യാഖ്യാനമായിട്ട് പറയാറുണ്ട് ആദികാവ്യായിരിക്കുന്ന ശ്രീമദ് വാൽമീകി രാമായണത്തെ. എന്നുവെച്ചാൽ ഈ ഗായത്രി മന്ത്രത്തിന് 24 അക്ഷരങ്ങളാണ്. രാമായണത്തിലാണെങ്കിലോ 24,000 ശ്ലോകങ്ങളുണ്ട്. അപ്പൊ ഓരോരോ 1000 ശ്ലോകം തുടങ്ങുന്ന സമയത്തും ഗായത്രി മന്ത്രത്തിലെ ഓരോരോ അക്ഷരങ്ങൾ ആണ് ഇദ്ദേഹം ചേർത്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഈ ഗായത്രിയുടെ ഒരു വ്യാഖ്യാനം എന്നും ഈ രാമായണത്തെ പ്രത്യേകിച്ച് പറയാൻ കാരണം. അങ്ങനെ ഈ രാമായണ രചന കഴിഞ്ഞ് ആദ്യന്തം അദ്ദേഹം ഒന്ന് വായിച്ചു, ഒന്ന് പരിശോധിച്ചു നോക്കി. ഒരു അബദ്ധവും അവിടെയില്ല. ഇനി ഇത് ആരിലൂടെ വേണം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആർക്കാണത് പകർന്നു കൊടുക്കുക? ഇന്നൊക്കെ ആണെങ്കിൽ ധാരാളം മാധ്യമങ്ങളുണ്ട്. ഈ രാമായണത്തെയും ഭാഗവതത്തെയും എത്ര നമസ്കരിച്ചു കഴിഞ്ഞാലും അധികമാവില്ല. എന്താ വെച്ചാൽ ഇന്നും ഉണ്ടല്ലോ ഈ രാമായണവും ഭാഗവതമൊക്കെ ഇന്നും ഉണ്ടല്ലോ. ഇത് ശിഷ്യ പ്രശിഷ്യ പരമ്പരകളായിട്ട് ഉപദേശിച്ചു വന്നതാണത്. അപ്പൊ അതാണ് എത്ര നമസ്കരിച്ചാലും അധികമാവില്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം. ഇവിടെ ആരിലൂടെ വേണം ഈ രാമായണത്തെ പ്രചരിപ്പിക്കാൻ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് തൻ്റെ ആശ്രമത്തില് 2 മിടുക്കന്മാര് കളിക്കുന്നുണ്ട്. ആരാ? സീതാദേവിയുടെ പുത്രന്മാരായിരിക്കുന്ന ലവനും കുശനും. അത്രയേ പ്രായം അവർക്കായിട്ടുള്ളൂ. ആ ചെറിയ പ്രായത്തില് സർവ്വവിധ ശാസ്ത്രങ്ങള്, വേദങ്ങള്, ഉപനിഷത്തുകള്, എല്ലാ വിദ്യകള് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പഴയ ഗുരുകുല സമ്പ്രദായത്തില് ഒരു കാവ്യം പഠിച്ചിട്ട് പുറത്തിറങ്ങുക എന്നുണ്ട്. അപ്പൊ നല്ലൊരു കാവ്യം തൻ്റെ മുമ്പിലുണ്ട്, താനായിട്ട് സൃഷ്ടിച്ച നല്ലൊരു കാവ്യം. എന്നാൽ ഈ കാവ്യം അത് ഈ ഉണ്ണികൾക്കാവട്ടെ പകർന്നു കൊടുക്കുക എന്ന് വാൽമീകി ഭഗവാൻ കൊണ്ട് നിശ്ചയിച്ചു. ആകെ ശ്രദ്ധിക്കുക, ഒരു തവണ മാത്രമാണ് വാൽമീകി ഭഗവാൻ ആ മിടുക്കന്മാർക്ക് രാമായണം വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത്. ഇവര് ഏകഗ്രാഹികളാണ്. അപ്പൊ ഒരു തവണ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തോട് കൂടിയിട്ട് അവരിത് ഹൃദ്യസ്ഥാക്കി അത് കാണാപ്പാടാക്കി മാറ്റി. ഇനി എന്താ വേണ്ടത്? വാൽമീകി ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോളൂ, അയോധ്യയിലേക്ക് പോയിക്കോളൂ. അങ്ങനെ അയോധ്യയിൽ പോയിട്ട് ഓരോരോ ഭവനങ്ങളിൽ കയറി ചെല്ലാം. ഓരോരോ ബ്രാഹ്മണ ഭവനങ്ങളിൽ കയറി ചെന്ന് ഈ രാമായണം വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. അപ്പൊ പലരും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കും.
അപ്പൊ ഒറ്റൊരു കാര്യം മാത്രം പറഞ്ഞാൽ മതി, വാൽമീകിയുടെ ഉണ്ണികളാണ് എന്ന് മാത്രമേ പറയണ്ടൂ, അതിലപ്പുറം ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ വാൽമീകി ഭഗവാൻ അനുഗ്രഹിച്ച് ആ ഉണ്ണികളെ അയോധ്യയിലേക്ക് പറഞ്ഞയച്ചു. അയോധ്യയിലെ ഓരോരോ ഭവനങ്ങൾ കയറി രാമായണം ആലപിക്കാൻ തുടങ്ങി. വ്യത്യസ്ത രാഗങ്ങളിൽ തന്ത്രീലയ സമന്യുത വീണ മീട്ടിക്കൊണ്ടായിരുന്നു അവരുടെ ഈ രാമായണ ആലാപനം. ഇത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ചെവിയിലും എത്തി. രണ്ട് മിടുക്കന്മാര് ഇങ്ങനെ രാമകഥ പാടിക്കൊണ്ടിവിടെ നടക്കുന്നുണ്ട്. ഓരോരുത്തര് ഓരോ തരത്തിലുള്ള അഭിപ്രായം പറയാൻ തുടങ്ങി. ചിലര് പറഞ്ഞു, എന്തൊരു ഭംഗിയാ ആ ഉണ്ണികളെ കാണാൻ വേണ്ടിയിട്ട്, സാക്ഷാൽ സൂര്യചന്ദ്രന്മാരെ പോലെയുണ്ട്, അത്ര കോമള രൂപങ്ങളാണ് അവര്. എന്നാൽ വേറെ ചിലര് പറഞ്ഞു, നരനാരായണന്മാരാണോ സംശയമുണ്ട്, അങ്ങനെ ഭക്തിഭാവത്തിലാ അവരാ രാമായണം ആലപിക്കുന്നത്. എന്നാൽ വേറെ ചില കൂട്ടര് പറഞ്ഞു, അശ്വിനി ദേവതകളാ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ലക്ഷ്മണൻ വന്നിട്ട് പറഞ്ഞു, ഇവരെ നരനാരായണന്മാരോടോ അശ്വിനി ദേവതകളോടോ സൂര്യചന്ദ്രന്മാരോടോ ഒന്നും തൽക്കാലം ഉപമിക്കാൻ പറ്റില്ല. ഇവരെ പരസ്പരം ഉപമിക്കാം എന്നല്ലാതെ വേറെ ആരോടും ഇവരെ താരതമ്യം ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഭഗവാന് നല്ല കൗതുകമായി. അപ്പൊ അവരിൽ നിന്ന്, ഈ ഉണ്ണികളിൽ നിന്ന്, ലൗകുശന്മാരിൽ നിന്ന് രാമായണം കേൾക്കണം എന്ന ഒരാഗ്രഹം ഭഗവാനുണ്ടായി. അങ്ങനെ സരയൂ തീരത്ത് ഒരു യാഗമൊക്കെ നിശ്ചയിച്ചു. വൈദികമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഉച്ച വരെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഉച്ച കഴിഞ്ഞ് ഈ പുരാണ പാരായണം, പുരാണ വിസ്താരം ഒക്കെ ഉണ്ടാവുക. അപ്പൊ ആ ഒരു സന്ദർഭത്തില് ഈ ഉണ്ണികളെ അവിടെ വരുത്തി അവര് മനോഹരായിട്ട് രാമസന്നിധിയിൽ നിന്ന് രാമായണം ആലപിക്കാൻ തുടങ്ങി. ഏവർക്കും എന്തെന്നില്ലാത്ത ആനന്ദം. ഈ ഭഗവത് കഥകൾ കേൾക്കുക, രാമായണം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ആനന്ദമാണ്. ആ ഒരു ആനന്ദം എല്ലാവർക്കും ഉണ്ടായി. ഭഗവാനും നന്നായിട്ട് ആസ്വദിച്ചു. ഇത് രാമായണത്തിന്റെ ഒരു മഹത്വമാണ്, മഹാത്മ്യാണത്. കർത്താവിൽ നിന്ന് പഠിക്കാനുള്ള, ഈ കാവ്യം പഠിക്കാനുള്ള ഭാഗ്യമാണ് ലൗകുശന്മാർക്ക് ഉണ്ടായത്. എന്നാൽ വാൽമീകി ഭഗവാൻ ഉണ്ടായ ഭാഗ്യം എന്താ? കഥാനായകനായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഉണ്ണികൾക്ക് തന്നെ ഈ രാമായണം പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം അത് വാൽമീകി ഭഗവാന് ഉണ്ടായി. ഈ ഉണ്ണികൾക്കും അതെ, കഥാനായകനും സ്വന്തം പിതാവുമായിരിക്കുന്ന ഭഗവാന്റെ മുമ്പിൽ ഇത് ആലപിക്കാനുള്ള ഭാഗ്യമാണ് ഇവർക്കുണ്ടായത്. ആദി കാവ്യമായിരിക്കുന്ന ശ്രീമദ് വാൽമീകി രാമായണം, ആ വാൽമീകി രാമായണത്തെ ആസ്പദമാക്കിയിട്ട് പിൽക്കാലത്ത് ഒരുപാട് രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എത്ര രാമായണ ഉണ്ടായെന്ന് ചോദിച്ചാൽ അതിപ്പോ നിശ്ചയില്ല. അത്രയധികം രാമായണങ്ങള് പിൽക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഭഗവാൻ വേദവ്യാസന് 18 പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ 18 പുരാണങ്ങളില് വലിയൊരു പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം. ഈ ബ്രഹ്മാണ്ഡ പുരാണത്തിന് അകത്ത് ചെറിയൊരു സംഹിതയുണ്ട്, ഒരു ഭാഗമുണ്ട്. ഉമാമഹേശ്വര സംവാദ രൂപത്തിലുള്ളതായ ഒരു ഭാഗം, അതത്രേ അധ്യാത്മരാമായണം. ആ അധ്യാത്മരാമായണ മൂലഗ്രന്ഥം, സംസ്കൃത ലിപിയിലുള്ള, സംസ്കൃത ഭാഷയിലുള്ള അധ്യാത്മരാമായണ ഗ്രന്ഥം നമുക്ക് ഈ മലയാളക്കരയിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മലയാള ഭാഷാ പിതാവായിരിക്കുന്ന തുഞ്ചത്ത് ആചാര്യൻ വളരെ ലളിതമായ രീതിയിൽ, ഏവർക്കും മനസ്സിലാവത്തക്ക രീതിയിൽ ഇത് കിളിപ്പാട്ട് രൂപത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ശ്രദ്ധിക്കണേ, അധ്യാത്മരാമായണം കിളിപ്പാട്ട് മലയാളം ആണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം അതിൽ സംസ്കൃത പദങ്ങളുണ്ട്. അത് വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാകാം. അപ്പൊ ഈ ഒരു രാമായണം കർക്കിടക മാസത്തില്, കുറച്ചു കാലമായിട്ട് നമ്മുടെ കേരളത്തില് ഈ കർക്കിടക മാസം, സാധാരണ കർക്കിടക മാസം തന്നെ പറയില്ല, രാമായണ മാസം തന്നെയാണ് പറയാറ്. അപ്പൊ കുറച്ചു കാലമായിട്ട് രാമായണ മാസം തന്നെ പറയും. അപ്പൊ ഈ രാമായണ മാസത്തില്, ഈ കർക്കിടക മാസത്തില് ഇതാ ഒന്ന് വായിക്കുക. ആ ബാലകാന്ഡം മുതല് യുദ്ധകാന്ഡ, പട്ടാഭിഷേകം വരെയുള്ള ആ ഭാഗങ്ങള് ഒന്ന് വായിച്ച് സമർപ്പിക്കുക. ഈ രാമായണം നമുക്ക് നല്ലൊരു സന്ദേശമാണ് തരുന്നത്. രാമായണം അറിയാത്ത ആരുമില്ല, എല്ലാവർക്കും രാമായണ കഥ അറിയാം. ഇവിടെ ആരാ ഉള്ളത് ഈ രാമായണ കഥ അറിയാത്തതായിട്ട്? ആരുമില്ല. പക്ഷെ അത് വായിക്കും തോറും, ഇത് കേൾക്കും തോറും ഒരു ആനന്ദം, അത് രാമായണത്തിന്റെ ഒരു മാധുര്യമാണ്, ഒരു പ്രത്യേകതയാണ്. അപ്പൊ ഈ രാമായണം നൽകുന്ന സന്ദേശം എന്താ വെച്ചാൽ, ജീവിതത്തില് സുഖവും ദുഃഖവും മാറി 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 വന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും സുഖമുണ്ടാവില്ല, എപ്പോഴും ദുഃഖവും ഉണ്ടാവില്ല. രാമായണ കഥ ഒന്ന് മനസ്സിലൊന്ന് ഒട്ടിച്ചു നോക്കിക്കോളൂ. കുട്ടികളില്ലാതെ വിഷമിച്ചു ദശരഥ മഹാരാജാവ്, അവിടെ ദുഃഖം.
ഉണ്ണികളുണ്ടായി, അവിടെ സന്തോഷം, സുഖം. വിശ്വാമിത്രന്റെ കൂടെ കാട്ടിലേക്ക് പോയി, പെട്ടെന്നൊരു ദുഃഖം ഉണ്ടായി. സീതാ സ്വയംവരം കഴിഞ്ഞ വാർത്ത കേട്ടു, അപ്പൊ സന്തോഷായി. ഭാർഗവരാമന്റെ ആ ഒരു വരവ്, അപ്പൊ ദുഃഖായി. ഭാർഗവനെ ജയിക്കാൻ സാധിച്ച സമയത്ത് അവിടെ സന്തോഷായി. അയോധ്യയിൽ സന്തോഷത്തോടു കൂടിയിട്ട് കഴിയണ ആ ഒരു കാലം, പെട്ടെന്ന് വനവാസം വേണ്ടി വന്നു, അവിടെ ദുഃഖായി. വനത്തിൽ സ്വസ്ഥമായിട്ട് പതുക്കെ സുഖത്തിലേക്ക് കയറി പോകുമ്പോൾ അച്ഛന്റെ നിര്യാണം കേട്ടു, അവിടെ ദുഃഖമായി. വീണ്ടും അകത്തേക്ക് ചെന്ന് പഞ്ചവടിയെ സ്വസ്ഥമായിട്ട് കഴിയണം. അപ്പോഴാണ് ശൂർപ്പണഖയുടെ വരവ്, തുടർന്നുള്ള സീതാപഹരണമൊക്കെ. അവിടെ എന്തുണ്ടായി? അവിടെ ദുഃഖമുണ്ടായി. പിന്നെ സീതാന്വേഷണമായിട്ട് ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. അവസാനം രാവണവധം കഴിഞ്ഞ്, പട്ടാഭിഷേകം കഴിഞ്ഞ്, അത് അരത്ത് സിംഹാസനത്തിൽ ഭഗവാൻ പ്രകാശിക്കണു, അവിടെ നല്ല സന്തോഷമായി. ഇനി ഉത്തരഭാഗവും അതെ, അവിടെ സുഖവും ദുഃഖവും മാറി മാറി വരുന്നുണ്ട്. അപ്പൊ രാമായണം നമുക്ക് നൽകണ സന്ദേശം എന്താ വെച്ചാൽ, ജീവിതത്തില് സുഖവും ദുഃഖവും മാറി 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 വന്നുകൊണ്ടേയിരിക്കും. ആ രാമായണത്തെ കുറിച്ച് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും നമുക്ക് ചിന്തിക്കാം. അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ വീഡിയോ വീക്ഷിക്കുന്ന സജ്ജനങ്ങളെയൊക്കെ മനസ്സാ നമസ്കരിക്കുകയാണ്. ഏവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ധാരാളമായിട്ടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാനായിട്ട് അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തിത്തനൂജായ സാർവഭൗമായ മംഗളം. ശ്രീമതേ രഘുവീരായ സേതുലംഘിത സിന്ധവേ ജിതരാക്ഷസരാജായ രണധീരായ മംഗളം. ആസാദ്യ നഗരിം ദിവ്യാം അഭിഷിക്തായ സീതയാ രാജാധിരാജരാജായ രാമഭദ്രായ മംഗളം. രാജാധിരാജരാജായ രാമഭദ്രായ മംഗളം.